ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ തട്ടിപ്പിന് ഇരയായിപ്പെട്ടു, നമ്മുടെ കയ്യിലെ കാശ് പോയി, നമ്മൾ ഹാക്ക് ചെയ്തു, നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം പോയി എന്നൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചാണ്. നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ ദിവസവും നമ്മുടെ ഫോണിലേക്ക് മെസ്സേജുകൾ വരുന്നത്. നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്കതൊക്കെ നോക്കാനും വായിക്കാനും ഒന്നും സമയം കണ്ടെന്ന് വരില്ല. ഫുൾ വായിക്കാതെ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യാറുമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ പോയിട്ട് തട്ടിപ്പിലേക്ക് വീഴുന്നത്. ഇപ്പൊ ഈ കുറച്ചു കാലമായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ SBI പോലുള്ള നമുക്ക് വിശ്വാസമുള്ള ബാങ്കുകളിൽ നിന്നൊക്കെ ബാങ്കിൽ നിന്ന് അയക്കുന്നത് പോലെ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. ആ മെസ്സേജിലേക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. നമ്മുടെ കയ്യിലെ കാശും അക്കൗണ്ടിലെ ഡീറ്റെയിൽസും എല്ലാം, കയ്യിലെ കാശും മൊത്തത്തിൽ നമ്മൾ പോയി അവസാനം അയ്യോ പോയല്ലോ എന്ന് പറഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അങ്ങനെ പല ആൾക്കാരും ഇതുപോലുള്ള തട്ടിപ്പിന് ഇരയായി പെട്ടിട്ടുണ്ട്. ഞാനൊരു മെസ്സേജ് കാണിക്കാം. ഇതുപോലെയുള്ള മെസ്സേജുകൾ നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ വരാൻ ചാൻസ് ഉണ്ട്. SBI ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യും. ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പുള്ളി ഒരു ടെക് ഗൈ ആണ്, എന്നിട്ട് കൂടി വളരെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യുന്ന ഒരാളായിട്ട് കൂടി പറ്റിക്കപ്പെട്ടു. അപ്പൊ നമുക്ക് കാര്യങ്ങൾ പുള്ളിയോട് തന്നെ ഡയറക്റ്റ് നമുക്ക് ചോദിക്കാം. ഡെയിലി നമ്മൾ ഓരോ സോഷ്യൽ മീഡിയ വഴി പല പല തട്ടിപ്പുകളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. നമ്മൾ മലയാളികൾ എപ്പോഴും തട്ടിപ്പിന് ഇരയാവാറുണ്ട്. ബട്ട് ഇത്രയും ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോജിക്ക് എങ്ങനെ ഈ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടാൻ പറ്റി? എനിക്ക് ഇതെങ്ങനെ പറ്റി എന്നുള്ളത് ആക്ച്വലി മറ്റേ റിപ്പോർട്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു, യൂണിറ്റ് കളക്ട് റിവാർഡ് പോയിന്റ്. അപ്പൊ പെട്ടെന്ന് ചിന്തിക്കുന്നില്ല ഞാനപ്പോ എന്ത് ചെയ്തു, നമ്മുടെ ഓഫീസിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ നിന്ന് കയറി. കാരണം അത് ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണല്ലോ. എന്നിട്ട് കയറി ഞാൻ SBIയുടെ കസ്റ്റമർ ആണ്. അപ്പൊ SBIയുടെ ഓൺലൈൻ ബാങ്കിങ്ങിൽ പോയി ആസ് ദ ഇൻസ്ട്രക്റ്റഡ്. അപ്പം ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും പാസ്വേഡ് ഓൺലൈൻ ഒന്നും ഇപ്പൊ കയറില്ലല്ലോ, കാരണം വി ഹാവ് എവറിത്തിങ് UPI. അപ്പൊ കയറുമ്പോ സ്വാഭാവികമായിട്ടും പാസ്വേഡ് ഇസ് വെരി ഓൾഡ്, വാണ്ട് ചേഞ്ച് എന്ന് ചോദിച്ചു. യൂണിറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു. നമ്മൾ കൊടുക്കുമ്പോ ഒരു OTP വരും. അപ്പൊ OTP വന്നു. നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ OTP വരുമ്പോഴത്തേനും OTP ഫുള്ള് വായിക്കാതെ ആ OTP മാത്രം ജസ്റ്റ് എടുത്തിട്ട് നമ്മൾ അങ്ങ് കൊടുക്കും. അവിടാണ് എനിക്ക് അബദ്ധം പറ്റിയത്. ഞാൻ OTP കൊടുത്തു. അതിനുശേഷം ഈ വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് SBIയുടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെയാണ് ഒരു ഹ്യൂജ് ഫോൾ എന്റെ അക്കൗണ്ട് ഞാൻ ശ്രദ്ധിച്ചത്. ഒരാഴ്ച കഴിഞ്ഞിട്ടാ. അപ്പൊ നോക്കുമ്പോ വെച്ചാൽ അന്നേ ദിവസം ഞാൻ കൊടുത്ത OTP ഈസ് ലൈക്ക് ഗിവിംഗ് പെർമിഷൻ ടു ടേക്ക് 49,000 സംതിങ് ടു സം അക്കൗണ്ട്. അതാ കൊടുത്തത്. ഞാൻ OTP കൊടുക്കുകയും ചെയ്തു. പിന്നെ ഐ റേസ്ഡ് കംപ്ലൈന്റ് ഇവിടെ ബ്രാഞ്ച് മാനേജറിനോട് പോയി. എല്ലാവരും ഇറ്റ്സ് ലൈക്ക് ഓക്കെ ലെറ്റ്സ് എസ്കലേറ്റ് ദിസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വൻ പ്രോത്സാഹനമാണ്. പക്ഷെ ഒരു ഏരിയ എത്തുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, ഓൺ എ ഡെയിലി ബേസിസ്, ഈവൻ ഞാൻ ഇവിടുത്തെ കൊച്ചി ബ്രാഞ്ചിൽ ചെന്നപ്പോൾ അവിടുത്തെ 2 എംപ്ലോയീസിനെ ഓൾറെഡി ഈ സ്കാം പറ്റിച്ചിട്ടുണ്ട്. അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ മൊത്തം എൻക്വയറി ചെയ്തപ്പോ അവരുടെ കിട്ടിയ എക്സ്പ്ലനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ SBIയുടെ സൈറ്റ് ഇറ്റ് സെൽഫ് ഹാക്ഡ്. നമ്മൾ SBI ലോഗിൻ ചെയ്യുമ്പോഴത്തേനും ഇവരുടെ സ്യൂഡോ സൈറ്റാണ് വരുന്നത്. അതിലാണ് നമ്മൾ ഈ ഡീറ്റെയിൽസുകളെല്ലാം കൊടുക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അത്രയും പ്രൊട്ടക്ഷൻ ഉള്ള എന്റെ സിസ്റ്റത്തിൽ നിന്ന് കയറിയിട്ടും ഞാൻ കബളിപ്പിക്കപ്പെട്ടു. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വീഡിയോയിൽ വരണമെന്ന് വീഡിയോ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചും തീരുമാനിച്ചു. ടു ഗെറ്റ് ദ ഓതന്റിസിറ്റി. ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് OTP നമ്പർ വരും. അതിന്റെ ഇടയിൽ SBI നമുക്ക് ബാങ്കിൽ നിന്ന് OTP നമ്പർ വരും. എല്ലാം നമ്മൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് OTP നമ്പർ മാത്രം നോട്ട് ചെയ്യും, വേറെ ഒന്നും നമ്മൾ ചെക്ക് ചെയ്യില്ല. അപ്പൊ അടിച്ചോണ്ട് പോകും. അത് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒറ്റ സാധനമേ ഉള്ളൂ. നമുക്കൊരു മെസ്സേജ് വരുമ്പോഴത്തേനും മേക്ക് ഷുവർ ദാറ്റ് അത് കെയർഫുള്ളി റീഡ് ചെയ്തിട്ട് മാത്രം OTP കൊടുക്കുക. കാരണം വി ഹാവ് എ ഹാബിറ്റ് ദാറ്റ് ജസ്റ്റ് സഡൻലി ആ OTP വന്നതാണ് തന്നെ OTP മെമ്മറൈസ് ചെയ്യും. അല്ലെങ്കിൽ മിക്കവാറും ഓട്ടോഫില്ലും നമ്മൾ എനേബിൾ ആയിരിക്കും നമ്മുടെ ഫോണിൽ. നെവർ എവർ ഡു ദാറ്റ്. കാരണം ഈ ഓട്ടോഫില്ലാണ് ഏറ്റവും വലിയ അപകടം. ഇത് വന്നോണട്ടും ഓട്ടോമാറ്റിക് കയറി പോവും, നമ്മുടെ പൈസ പോവും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ബ്ലോക്ക് ദ മെസ്സേജസ്. അതായത് ഈ ഓട്ടോഫില്ലൊക്കെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ വായിച്ചിട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വി ക്യാൻ എൻഷുർ ദാറ്റ് ഇറ്റ് ഇസ് ഫ്രം എ പ്രോപ്പർ സൈറ്റ്. അറിവുള്ള മനുഷ്യനായിട്ട് പോലും എനിക്ക് ആ ലോഗോ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ സാധാരണക്കാരന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കും.
ബിക്കോസ് ഇറ്റ് ഇസ് SBI ആൻഡ് ഇറ്റ്സ് എ നാഷണൽ ബാങ്ക്. നമ്മൾ അധികം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ചിലപ്പോ ഒരു നെഗറ്റീവ് മാർക്ക് തന്നെ വരും. പക്ഷേ ഇറ്റ് വാസ് കോൾഡ് ആൻഡ് നെഗറ്റീവ് റെസ്പോൺസ്. ഞാൻ അത് സൈബർ സെല്ലില് റേസ് ചെയ്തു, SBIയുടെ തന്നെ ഫ്രോഡുലന്റ് വിങ്ങിൽ റേസ് ചെയ്തു. എനിക്ക് ഇതുവരെ ഒരു റിപ്ലൈ ഒരു വ്യക്തിയിൽ നിന്നോ അല്ല ഒരു ഇതിൽ നിന്നോ കിട്ടിയിട്ടില്ല. കോമൺലി എനിക്കൊരു മെസ്സേജ് വരും, we have received the email and everything. നമുക്കൊരു വ്യക്തിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനത്തെ പോസിബിലിറ്റി ഇല്ല. ഈവൻ എനിക്ക് സൈബർ സെല്ലിലേക്ക് ഇവര് ഇത് കൊടുക്കും. നമ്മുടെ ഇവിടുന്ന് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മളെ വിളിച്ചു. അപ്പോഴും ഞാൻ ആ പോലീസുകാരൻ ആരാ എന്താ ഐഡന്റിറ്റി ചോദിക്കുമ്പോൾ അവരത് റിവീൽ ചെയ്യാൻ തയ്യാറല്ല. കാരണം എല്ലാരും ഭയങ്കരമായി കോൺഷ്യസ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെൽപ്പ് വെച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവരെ വെച്ചിട്ട് മോശം പറയൂ എന്നൊക്കെ വെച്ചു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സൈബർ ക്രൈമിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ഹെൽപ്പ് കിട്ടുന്ന പ്രതീക്ഷയെ വേണ്ട. അതാണ് എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. എനിക്കിപ്പോഴും അത് അൺസോൾവ് ആണ്, അൺറിസോൾവ് ആണ്. ബാങ്കുകാർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് എളുപ്പമാണല്ലോ അവർക്ക് പറയാൻ. നമ്മള് ഇത്രയും വലിയൊരു ബാങ്ക് ആകുമ്പോൾ നമുക്ക് ക്ലൈന്റ്ലി വി ടേക്ക് ആക്ഷൻസ് റൈറ്റ്. പക്ഷെ ഇതാണ് വളരെ സൂക്ഷിക്കണം, അത്രയും സ്കാംസ് ആണ്. പിന്നെ ഒരു പക്ഷെ ദിവ്യ അറിഞ്ഞോന്നറിയില്ല, ഈ നമ്മുടെ മ്യാൻമാർ ബോർഡറിലൊക്കെ ഈ റീസെന്റ് വന്നതാണ്. അവിടെ വലിയൊരു സം അതർ കൺട്രി സപ്പോർട്ടഡ് വലിയൊരു സ്കാം ഗ്രൂപ്പ് തന്നെ ഇന്ത്യക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ഫ്രോഡിന് വേണ്ടിയിട്ട് റിക്രൂട്ടഡ് ആണ്. ആൻഡ് ദേ ആർ പെയ്ഡ് ഫോർ ദാറ്റ്. അവർക്ക് ടാർഗറ്റ് ഉണ്ട്, ഒരു ദിവസം ഇത്ര പേരെ പറ്റിക്കണം എന്നുള്ളത്. അപ്പോ അത്രയും വെൽ ക്രാഫ്റ്റഡ് ആണ് വരുന്ന കോൾസ് ആണ്. ശ്രദ്ധിക്കണം. അതന്നെ. അപ്പൊ നമ്മൾ എന്തായാലും പറ്റിക്കപ്പെടാൻ തയ്യാറായിട്ടിരിക്കുകയാണ്, പറ്റിക്കാൻ ആൾക്കാരും അവിടെ റെഡിയാണ്. അപ്പൊ എല്ലാവരും കെയർഫുൾ ആയിട്ട് ഇരിക്കുന്നത് ബെറ്റർ അല്ലേ? എന്റെ ഒരു സംശയം എന്താ അറിയോ, ഈ മലയാളികൾ പറ്റിക്കപ്പെടുന്നതിലും സ്വയം പറ്റിക്കപ്പെടാനും എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ റേഷ്യോ എടുത്ത് ഏറ്റവും കൂടുതൽ മലയാളികളാന്ന് തോന്നുന്നു. എന്ത് തട്ടിപ്പുണ്ടെങ്കിലും അവിടെ ഒരു മലയാളി. അതുകൊണ്ട് ഈ ഫ്രോഡ്സ്റ്റേഴ്സ് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. മലയാളികൾ പറ്റിക്കാം, പറ്റിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ബീങ് മലയാളി you take extra effort, just to avoid all the fraudulent activities. Okay, thank you. ഇതിനിടെ ഞാൻ ദിവ്യോട് ചോദിക്കട്ടെ, ദിവ്യക്ക് ഇത്രയും ഒക്കെ ഓൺലൈൻ ഒക്കെ ഇതൊക്കെ ഇതുള്ളതല്ലേ, പോർട്ട്ഫോളിയോ ഉള്ളതല്ലേ? ആരെങ്കിലും അങ്ങനെ പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ദിവ്യനെ? എന്തോ എന്നെ പറ്റിച്ചാൽ പറ്റിക്കപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഈ നിമിഷം വരെ ആരും എന്നെ പറ്റിച്ചിട്ടില്ല. അങ്ങനെയാണ് ദിവ്യ സൂചിച്ചോ. ഈ വീഡിയോ റിലീസ് ആയതിനു ശേഷം ചിലപ്പോ ഏറ്റവും ഫ്രോഡ്സ് നിങ്ങളെ ടാർഗറ്റ് ചെയ്തേക്കും. ഇതുവരെ പറ്റിക്കുന്നില്ല അല്ലേ? ഓക്കെ, ലെറ്റ്സ് വർക്ക് ഇറ്റ് ഔട്ട് ഫോർ ദിസ് ലേഡി. Be careful about that. Okay, bye. Bye bye. അപ്പോൾ വീട്ടിൽ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെയുള്ള മെസ്സേജുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം യങ്സ്റ്റേഴ്സ് ആയ പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഫോണൊക്കെ ചെക്ക് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. എന്ത് മെസ്സേജ് വന്നാലും അതൊന്ന് നന്നായിട്ട് റീചെക്ക് ചെയ്യുക. OTP വന്നാൽ ഇപ്പോൾ ഓൺലൈനിലൊക്കെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങുന്നതാണ്, അതിലും OTP വരാറുണ്ട്. ഇതുപോലെ പല OTP നമ്പർ നമ്മുടെ ഫോണിലേക്ക് വരും. അതൊക്കെ ഒന്നും കൂടി റീചെക്ക് ചെയ്തതിന് മാത്രം മുന്നോട്ട് പോവുക. ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പം നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് തന്നെ നല്ലത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.